ഫരീദാബാദിൽ ഒരമ്മ തന്റെ സ്വന്തം മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്ന് പറയുമ്പോഴും 4 മക്കളുടെ അമ്മയായ അവർ എന്തിനത് ചെയ്തു എന്നതിന് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ധീരജ് നഗറിനും ടിറ്റു കോളനിക്കും ഇടയിലുള്ള ബുധിയനാലയ്ക്ക് സമീപം അഴുക്ക് ചാനലിന് മുകളിലൂടെയുള്ള ഒരു താൽക്കാലിക വഴിയിലൂടെ കടന്നുപോയ 2 സ്കൂൾ കുട്ടികളാണ് ആദ്യം ഈ കുട്ടിയുടെ മൃതദേഹം കാണുന്നത്. ഒരു ഇരുമ്പ് വലയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. കുട്ടികൾ നാട്ടുകാരെ വിവരമറിയിച്ചതോടെ പല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം പോലീസും സ്ഥലത്തെത്തി. പിന്നീട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി സിവിൽ ആശുപത്രി മോർച്ചറിയിലേക്ക് അയച്ചു. പിന്നീട് ഈ കുട്ടി ആരെന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ആ അന്വേഷണം എത്തി നിന്നത് ഫരീദാബാദിലെ പല്ലയിലാണ്. ബീഹാറിലെ മധുബാനി സ്വദേശികളായ സ്ത്രീയും കുടുംബവും 5 മക്കളുമൊത്ത് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇവർ ഈ നഗരത്തിൽ താമസമാക്കിയിട്ട്. ഫരീദാബാദിലെ ഒരു തുണി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ 5 മക്കളുടെ അമ്മയായവർ. ഭർത്താവാകട്ടെ ഒരു വെൽഡറും. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കൊന്ന് അഴുക്കുചാലിൽ തള്ളിയത് ആ അമ്മ തന്നെ എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് തൊട്ടു മുൻപ് അവർ കുട്ടിയുമായി പോകുന്ന CCTV ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറയുമ്പോഴും 6 അംഗ കുടുംബത്തിൽ നിന്നും ഈ പെൺകുട്ടിയെ തന്നെ ആ അമ്മ എന്തിനു കൊല ചെയ്തു എന്നൊരു സംശയം ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിൽ ബാക്കിയാവുകയാണ്. കൊലപാതക കാരണം സാമ്പത്തിക പ്രതിസന്ധിയെങ്കിൽ അത് ആ കുടുംബത്തെ മുഴുവനായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഈ കുട്ടിയെ മാത്രം എന്തിനില്ലാതാക്കണമെന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ സംശയം. സംഭവത്തിൽ മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണിപ്പോൾ. जी, कुछ दिन पहले पल्ला थाना क्षेत्र के अंतर्गत बुढ़िया नाला लोहिया पुल के पास हरकेश नगर के पास एक नाले में एक बच्ची की डेड बॉडी मिली थी, जो बच्ची की उम्र लगभग 1 वर्ष बताई गई थी। और उस घटनाक्रम के संबंध में हमने मुकदमा दर्ज किया हत्या की धाराओं के अंतर्गत, और इसका अनुसंधान क्राइम ब्रांच DLF की टीम के द्वारा किया गया। जो क्राइम ब्रांच DLF की टीम ने इसमें कार्रवाई करते हुए बच्ची की माँ को 26 तारीख को गिरफ्तार किया था और उसको गिरफ्तार कर जेल भेज दिया गया है। किस लिए हत्या की गई सर, क्या मोटिव रहा? जी, प्रारंभिक पूछताछ में सामने आया था कि आर्थिक तंगी के चलते उसने इस घटना को अंजाम दिया था। जो उस महिला के कुल 5 बच्चे थे, जिसमें एक लड़की थी जिसको उसने नाले में डाल दिया था, और 4 लड़के थे। तो उसका पति था वो अपाहिज है और वो दाढ़ी मजदूरी थोड़ा बहुत काम करता था। तो आर्थिक तंगी के चलते उसने इस घटना को अंजाम दिया। പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം പുനരാവിഷ്കരിക്കുന്നതടക്കം പോലീസ് ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. കൂടാതെ കൊലപാതകത്തിൽ സ്ത്രീക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.